ആ ഇവിടെ നിൽക്കണം എളയാ ഇന്ന് രാവിലെ ഒറ്റയ്ക്ക് ഇറങ്ങി ഇവിടെ നിൽക്കണത് ഒന്നുമില്ല. സത്യം പറയട്ടോ, ഇന്നലെ നിന്റെ വാക്കും കേട്ടോണ്ട് ഞാൻ ആ ചെറുക്കനെ തല്ലി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ചെയ്തെങ്കിൽ ആകെ നാണക്കേടായി. എങ്ങനെ? അല്ലേ അവനുണ്ടല്ലോ ഇതുപോലൊരു തങ്കപ്പെട്ട ചെറുക്കൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവൂല. അതെ, നീ അവൻ്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് കുടിച്ചിട്ട് അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. അല്ല നീ എന്നൊരു കള്ളുകൂടിയനായിട്ട് കാണരുത്. ക്ലീറ്റ് ആവശ്യത്തിന് കഴിക്കുക എന്ന് വെച്ചിട്ട് നിലമറന്നൊന്നും പെരുമാറൂല കേട്ടോ. നീ പിന്നെ അവനെ എങ്ങനെയാണെന്നാ പറയണത്? ഞാൻ അവൻ്റെ അടുത്ത് നില കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു നീ? ജമന്തിയായിട്ടുള്ള എന്താണ് നിലപാടെന്ന്. എന്താ അവൻ പറഞ്ഞത്? പറ. അവൻ എന്താ അവൻ ആകെ വിഷമമായി പോളിയാ. നമ്മൾ വിചാരിക്കും പോലെ അല്ല അവൻ അവളെ പെങ്ങളെ പോലെ കാണണേ. അവൻ കുന്തായിട്ടാണ് കാണുന്നത്. എടാ എനിക്കുണ്ട് പെങ്ങള്, ഞാനും തങ്കം ഇവിടെ എങ്ങനെ പെരുമാറുന്നത് അതുപോലെയാണ് അവർ പെരുമാറുന്നത്. ആണോ? ഇവിടെ അത് ഓരോ സ്ഥലത്ത് ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറും. അതുപോലല്ല അവർക്ക് ഇപ്പോൾ അവർക്ക് വേറെ ആങ്ങളെ ഇല്ല, അവന് വേറെ പെങ്ങളും ഇല്ല. അവർ പരസ്പരം ആങ്ങളെ പെങ്ങളായിട്ട് കൊച്ചിലെ ആളിലെ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ ആങ്ങളി പെങ്ങളി ഇങ്ങനെ പെരുമാറുന്നത് കാണാനുള്ള അത് എനിക്ക് പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളൂ. നിന്നോട് ഇനി ഞാനിത് ഇടേ നീ ഒന്ന് മനസ്സിലാക്ക്, അവൻ അത്രക്കാരനല്ല. അവരുടെ രീതി അങ്ങനെയാണെങ്കിൽ ആ രീതി എനിക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഉള്ളിൽ ഇത് കയറിപ്പോയി മറ്റേ മഞ്ഞപ്പിത്തം. ഇനി കാണുന്ന എല്ലാം അങ്ങനെ തോന്നുന്നു. ഈ കാര്യത്തിൽ എനിക്ക് മഞ്ഞപ്പിത്താണെന്ന് വിചാരിച്ചോ? അത് മാറ്റാൻ പറ്റില്ല. നിന്നോട് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് പതുക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാനല്ലേ. പിന്നെ നീ അവന്റെ അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ്? അയ്യോ അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരുത്തന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും? അത് മര്യാദ കേടല്ലേ. അത് നീ അങ്ങനെ ചിന്തിക്കണുണ്ട്. നീ അവനെ മാന്യമായിട്ട് വിളിച്ച് അവൻ്റെ അടുത്ത് സഹകരിക്കും. ചുമ്മാ അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അത് നല്ല ചെറുക്കനാ, എനിക്ക് പറയാത്രേ ഉള്ളൂ. നീ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ഒരു കാര്യം ചെയ്യും, നീ തല്ലി കൊല്ല അവളെ. രാത്രി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വട്ടാ, നിനക്ക് വട്ട് മൂത്ത്. നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും. നീ ആരെങ്കിലും പറയണത് മനസ്സിലാക്കണം. കുഴപ്പമാണ്. തങ്കം ഞാൻ എന്താ? ഞാൻ ഇച്ചിരി പണിയില്ല. ഒന്നിങ്ങോട്ട് വന്നിട്ട് കൂടി. എന്താ? നിന്റെ ആങ്ങളൊക്കെ ഉണ്ടല്ലോ അസുഖത്തിന് കൂടുതല. എന്താ സുഖം? നല്ല തല്ല് കിട്ടാത്തതിൻ്റെ. നീ രാവിലെ തന്നെ അവൻ്റെ മെക്കിട്ട് കയറാൻ നോക്കിക്കോ. എന്താ നിങ്ങളുടെ പ്രശ്നം? എടി അവനെ സംശയരോഗം മൂത്തിരിക്കുവാണ്. ആ ചന്തുവിനെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. ഇവ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടുന്നത്? അവൻ ആ പെണ്ണുമായിട്ടൊന്ന് സംസാരിച്ചു, അത് സംശയം. ഒന്ന് നോക്കിയ സംശയം, എന്തെങ്കിലും എടുത്ത് കൊടുത്താൽ സംശയം. ഇങ്ങനെ സംശയിച്ചു പോയണ്ടല്ലോ ഇത് വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? ഇപ്പൊ കിടന്ന് നല്ലോണം തുള്ളണുണ്ടല്ലോ നിങ്ങള്. ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇന്നലെ അവൻ ഇവിടെ വന്ന് വിഷമിച്ചിരുന്നപ്പോഴത്തേനും നിങ്ങളല്ലേ ഏഷണി കൂട്ടി കൊടുത്തത്? എടി അത് വിഷമിച്ച് ഒരുത്തം പറയുമ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സമാധാനിപ്പിക്കാൻ വേണ്ടി ഏഷണി കൂട്ടി കൊടുക്കുക ചെയ്യണേ? അയ്യോ കർത്താവ്, ഞാൻ ഏഷണി ഒന്നും കൂട്ടിയില്ല. ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞു കേട്ടോ തുള്ളിച്ചാടി വെളിയിൽ പോകണം. ക്ലീറ്റോ എന്റെ വായിരിക്കുന്ന വെറുതെ കേൾക്കരുത്. രാവിലെ തന്നെ ഓരോന്നിനും ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവന് ഓതി കൊടുത്തിട്ട് അവന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഞാനായി കുഴപ്പക്കാരൻ. അതെ, നിങ്ങളാണല്ലോ കുഴപ്പക്കാരൻ. അവനോട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ആ ചെറുക്കനോട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ. കനകന്റെ സമാധാനം കളഞ്ഞിട്ട് ഇവിടെ ആരും അങ്ങനെ സുഖിക്കണ്ട. എടി അവന്റെ വീട്ടിൽ വന്ന അതിഥിയെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടും? അതൊക്കെ മര്യാദയാണോ? അയ്യോ, എല്ലാം മര്യാദയോടുകൂടി ചെയ്യണ ഒരു പുണ്യാത്മാവ്. എനിക്കൊന്നും അറിയണ്ട, അവനെ വിഷമിപ്പിക്കാൻ പറ്റൂല, എനിക്ക് അത്രേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ് കർത്താവേ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഞാൻ വേണം. ഞാൻ ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ എന്താ പ്രശ്നം? എന്താ കുന്ത? അല്ല എന്തിനു വെറുതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണേ?